ഹായ് ഹലോ വെൽക്കം ടു മൈ ന്യൂ യൂട്യൂബ് ചാനൽ ടോക്ക് വിത്ത് ജെസ്സി. ക്രിസ്മസ് വെക്കേഷന് നാട്ടിൽ പോകുന്നതിൻ്റെ മുന്നേ വേറെ എവിടെയെങ്കിലും ഒന്ന് പോകുമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം നവാസ്ഖാൻ്റെ മനസ്സിൽ വന്ന സ്ഥലം ഊട്ടിയാണ്. അതിപ്പോൾ ഇനി എത്ര തവണ ഊട്ടി പോയിട്ടുണ്ടെങ്കിലും ഞങ്ങൾ അവസാനത്തെ ഓപ്ഷൻ വരുന്നത് ഊട്ടി മാത്രമാണ്. സ്ഥലങ്ങൾ കാണാനൊന്നും അല്ല കേട്ടോ, അവിടുത്തെ ക്ലൈമറ്റ് ഒന്ന് ആസ്വദിച്ച് നല്ല റിലാക്സ് ആയിട്ട് ഒരു ദിവസം കഴിയുക. പിന്നെ ഒരു വീട്ടിലെ 4 ആൾക്കാരും ഫുഡിന് ക്രേസുള്ളവരാകുമ്പോൾ പിന്നെ നല്ല ഫുഡും എക്സ്പ്ലോർ ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിലും ലഞ്ചിൻ്റെ ടൈം ആയപ്പോഴേക്കും ഊട്ടിയിലെത്തി. പിന്നെ വേറെ ഒന്നും ചിന്തിച്ചില്ല, നേരെ ഹൈദരാബാദി ബിരിയാണി ഹൗസ്. പിന്നെ ഒരു ഹെൽത്തി കൂട്ടം കൂടെ ഉണ്ടാവുമ്പോൾ ആദ്യം തന്നെ എവിടെ പോയാലും അൽഫാം. ഹൈദരാബാദി ബിരിയാണി ഹൗസിലുള്ള അൽഫാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അൽഫാമും ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് പിന്നെ വേറെ ഒന്നും ചിന്തിച്ചില്ല, നേരെ റൂമിൽ. ഊട്ടിയിലെടുത്ത റൂമിൻ്റെ കാര്യം പിന്നെ പറയണ്ട കേട്ടോ, നല്ല അടിപൊളി സ്ഥലമായിരുന്നു. പിന്നെ ഞങ്ങൾ എത്തിയ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീക്ക് ടൈമായിരുന്നു. ചെന്ന പാടെ അതിൻ്റെ ചുറ്റുമൊക്കെ ഒന്ന് വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഫ്രഷായി സുഖമായിട്ട് അങ്ങോട്ട് കിടന്നുറങ്ങി. ഉറങ്ങണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും വൈകുന്നേരം ആയിരുന്നു കേട്ടോ ഒന്ന്. പിന്നെ ഇനിയിപ്പോൾ എന്താ അടുത്ത പരിപാടി എന്ന് ആലോചിച്ചപ്പോൾ എന്നാൽ നേരെ ചോക്ലേറ്റ് കഴിക്കാൻ പോവാന്ന് പറഞ്ഞു. ഊട്ടിയിലെ നല്ല ചോക്ലേറ്റ് കിട്ടുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോഡീസാണ്. ഊട്ടി പോണ മിക്ക ആൾക്കാർക്കും അറിയുന്ന സ്ഥലമല്ലേ മോഡീസ്. എൻ്റെ പൊന്നോ, ചോക്ലേറ്റ്സിനൊക്കെ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുന്നില്ലത് ഞാൻ അവിടെ എത്തി കഴിഞ്ഞപ്പോഴാട്ടോ മനസ്സിലാക്കിയത്. പിന്നെ ഏതാണ്ടൊക്കെ കഴിച്ചു, പക്ഷെ ആ സമയത്ത് പേരൊക്കെ ഓർമ്മ ഉണ്ടായിരുന്നു, അതിന് ശേഷം പേരൊക്കെ മറന്നു. ഞാൻ വിചാരിച്ചത് ക്രിസ്മസിൻ്റെയൊക്കെ സമയം ആയതുകൊണ്ടാണ് ഇത്രയും തിരക്കെന്നാണ്. പക്ഷേ ജാസി ഇതിൻ്റെ മുന്നേ അവിടെ പോയിട്ടുണ്ടായിരുന്നു അത്രേ. അവിടെ എപ്പോഴും ഈ തിരക്കുണ്ടാവുമെന്നാണ് പറഞ്ഞത്. എന്തൊരു ടേസ്റ്റ് ആയിരുന്നു എന്നറിയോ ചോക്ലേറ്റ്സിനൊക്കെ. കഴിക്കണ എന്തെങ്കിലും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് നല്ല സുഖമാണ്, അവരത് വേഗം കഴിച്ചു തീർക്കും. ഒരു 4-5 ഐറ്റം ചോക്ലേറ്റ്സ് ഒക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊരു മത്ത് പോലെ വന്നിട്ടോ. പിന്നെ ഞങ്ങൾ നേരെ ഡിന്നർ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ തന്നെ പോയി. പിന്നെ അവിടുന്ന് കുറച്ച് പൊറാട്ടയും ബട്ടർ ചിക്കനും ചിക്കൻ ഫ്രൈയും മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഡിന്നർ കഴിച്ചിട്ട് പിന്നെ റൂമിലേക്കുള്ള യാത്ര ശരിക്കും സാഹസികമായിരുന്നു കേട്ടോ. നിറച്ചും കോടയൊക്കെ വന്നിട്ട് മുന്നിലുള്ള വണ്ടികളൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. റൂമിലെത്തി കഴിഞ്ഞിട്ട് പിന്നെ കോടയൊക്കെ കുറച്ച് ആസ്വദിച്ച് അങ്ങനെ കിടന്നുറങ്ങി. രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ചങ്ങാതി പറഞ്ഞു, നന്നായിട്ട് മഞ്ഞൊക്കെ വീണിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാനെന്നൊക്കെ. കാശ്മീർ പോലെ മഞ്ഞിറങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു തന്നതായിരുന്നു കേട്ടോ ഈ സ്ഥലം. ഇതൊക്കെ എന്ത് മഞ്ഞെന്ന് മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിലും ரொம்ப നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എല്ലാം അവിടെ നിന്ന് പോന്നു. പിന്നെ ഊട്ടിയിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ എണീറ്റിട്ടുള്ള ഒരു നടത്തം, അത് നവാസ്കാക്ക് നിർബന്ധം. നല്ല തണുപ്പാണ് നവാസ്ക, ഞാൻ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനും കൂടെ കൂടി. പിന്നെ നല്ലൊരു മസാല ടീയൊക്കെ കുടിക്കാമെന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ അന്നത്തെ നടത്തമുണ്ടല്ലോ അത് നല്ല രസമായിരുന്നു കേട്ടോ. ഇതിന് മുന്നേ ഊട്ടിയിൽ വന്നിരുന്ന സമയത്തൊക്കെ നമ്മൾ ടൗണിലായിരുന്നു കേട്ടോ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത്രയും ഒരു ആംബിയൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. നല്ലൊരു നടത്തൊക്കെ കഴിഞ്ഞ് റൂമിലെത്തിയപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലി, വട, സാമ്പാർ, ചമ്മന്തി, ചട്നി. ഭക്ഷണം നമ്മളെ കാത്തിരിക്കാൻ പറ്റില്ല, നമ്മൾ ഭക്ഷണത്തിന് കാത്തിരിക്കണം എന്ന് പറഞ്ഞിട്ട് നവാസ്ക ആദ്യം തന്നെ പോയിട്ട് കഴിച്ചിട്ടോ. ഇതിപ്പോൾ നദു പറയുന്ന പോലെ അബ്ബ എപ്പോഴും ഒരു സിഗ്മയാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ 3 ആളും കൂടി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാനുള്ള പരിപാടിയായി. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെയുള്ള സെക്യൂരിറ്റി ചങ്ങാതി കുറേ നേരം നവാസ്കാനോട് സംസാരിച്ചു. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ നാട്ടിൽ പോവല്ലേ. ഏതായാലും ഊട്ടി വരെ വന്നതല്ല, അറ്റ്ലീസ്റ്റ് ബൊട്ടാണിക്കൽ ഗാർഡനിലെങ്കിലും പോകാമെന്ന് പറഞ്ഞിട്ട് പോണ സമയത്താണ് മോഡീസ് അതിൻ്റെ മുന്നിൽ തന്നെ കണ്ടത്. പിന്നെ ബൊട്ടാണിക്കൽ ഗാർഡനൊക്കെ വിട്ടിട്ട് നേരെ മോഡീസ് പോയി. പിന്നെ നേരെ അവിടെ കയറിയിട്ട് നല്ല ചീസ് കേക്കും ചോക്ലേറ്റ്സും ഒക്കെ വാങ്ങിയിട്ട് അതും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് പിന്നെ അവിടുത്തെ ഒരു വെറൈറ്റിയാണ് സ്ട്രോബെറിൻ്റെ. പിന്നെ ബൊട്ടാണിക്കൽ ഗാർഡനിലും കയറിയില്ല, നേരെ നാട്ടിലേക്ക് വിട്ട്. ഇനി മുതൽ എൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഈ ചാനലിലാണ് കേട്ടോ അപ്ലോഡ് ചെയ്യുക. എൻ്റെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്.